ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബി ബഡീസ്. അപ്പോൾ നമ്മുടെ FC മൊബൈലിൻ്റെ 6th സ്ട്രീമിംഗ് ആണ്, 6th എപ്പിസോഡാണ്. അപ്പോൾ നമ്മുടെ പിച്ച് ബീറ്റ്സ് എന്ന് പറഞ്ഞ ഈ ഇവൻറ്റിലത്തെ കുറച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കണ്ടുപോലെ നമ്മൾ അലക്സാൻഡ്രോ നെസ്റ്റേനെ അങ്ങോട്ട് പൊക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ടീമിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സെൻറ്റർ ബാക്ക് മാർക്കോസിനെ മാറ്റിയിട്ടാണ്, ഇതെന്തോ ഈസ്റ്റർ ബാക്കാണ് ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. മാർക്കോസിനെ മാറ്റിയിട്ട് അലക്സാൻഡ്രോ നെസ്റ്റേനാക്കാനാണ് തീരുമാനം. അപ്പോൾ ആദ്യം ഞാൻ ഇവൻറ്റ്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് 4 വീക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇത് ക്ലാസിക് എന്ന് പറഞ്ഞ ഇവൻ്റാണ്. എല്ലാ ഇവൻറ്റ്സ് ഇന്നും ബെലിംഗത്തിന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നിന്ന് വെച്ചാൽ നമ്മുടെ ഷാർട്സ് 200 ഇതൊക്കെ കളിച്ച് കഴിഞ്ഞാൽ ക്ലെയിം ചെയ്യാം. പിന്നെ അടുത്ത ഇവൻറ്റ് വെച്ചാൽ റോക്ക്. ഈ റോക്ക് എന്ന് പറഞ്ഞ ഇവൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം 105 റോഡ് ബാനൊക്കെ ഫ്രീ ആയി കൊടുത്ത് ഇതെല്ലാം കളിച്ച് കഴിഞ്ഞാൽ നല്ല ഇവൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇവൻ്റ് ഒരു നല്ല സെറ്റ് ഇവൻ്റ് ആയിരുന്നു. അപ്പോൾ അടുത്ത് നോക്കുകയാണെങ്കിൽ ജാസ് എന്ന് വെച്ചാൽ മെഷ്റാനോസിനൊക്കെ ഇതൊക്കെ കളിച്ച് ഫൈനൽ സ്കോർ ഇപ്പം എൻ്റെ എസ് ആണ്, CBA കഴിഞ്ഞ S. അപ്പോൾ മെഷ്റാനോസിനൊക്കെ 6 മെഷ്റാനോസിനെ ഫ്രീ കിട്ടും. അപ്പോൾ അടുത്ത ഇവൻറ്റ് എന്ന് വെച്ചാൽ ഇന്നലെ വന്ന ഇവൻ്റാണ് ഹിപ്പ് ഹോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവൻറ്റ്. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ നമ്മുടെ കുറേ സെറ്റ് പ്ലേയേഴ്സിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഗോട്ട് ആൻ്റണി, ഫോഡൻ, സൺ, പിന്നെ ഫെറാൻഡോ ടോറസ് എന്ന് പറഞ്ഞ ലെജൻസിൻ്റെ ഒക്കെ സെറ്റ് കാർഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കളിച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഇന്നലെ വന്ന ഇവൻ്റ് ആയിരുന്നു, ഞാൻ മുഴുവൻ കളിച്ചിട്ടില്ല. ഇത് കളിച്ച് കഴിഞ്ഞാൽ 105 റേറ്റർ റൈറ്റ്മെൻറ്റ് എലങ്കേനെ കിട്ടും. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗാലറിയിൽ നിന്ന് പോയി നോക്കാം. അപ്പോൾ ഗാലറിയിൽ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നിലവിൽ ജാസാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ജാസ് അതുപോലെ കുറേ ഇതുണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്ലാസിക്കിലത്തെ നെസ്റ്റ, ഈ അലക്സാൻഡ്രോ നെസ്റ്റയുടെ ഈ കാർഡാണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ചാൻസൊക്കെ വളരെ നല്ലതാണ്. ഇതാണ് നമ്മുടെ അലക്സാൻഡ്രോ നെസ്റ്റ. അപ്പോൾ നമ്മുടെ നെസ്റ്റയുടെ കാർഡാണ് കേട്ടോ ഇത്. ഈ കാർഡ് നല്ലൊരു കാർഡാണ്. അപ്പോൾ നമ്മൾ ഷാർട്സ് വെച്ചിട്ട് നമ്മൾ എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഷാർട്സ് നോക്കുകയാണെങ്കിൽ നോക്ക്, ഓൺലി 760 ഷാർട്സ്. നമ്മളതൊന്ന് 800 ആക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആക്കിയിട്ട് വരെ, വീഡിയോ അധികം ലാഗ് ആവണ്ട കേസ്. അപ്പോൾ നമ്മൾ 800 ഷാർട്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എടുക്കാം. എൻ്റെ മനസ്സിനൊരു ചെറിയൊരു ചാൻസ് ആയിട്ടാണ്, കാരണം ഗോട്ട ആൻ്റണിയുടെ ഒക്കെ കാർഡ് വന്നാറിന് എനിക്ക് ഈ നെക്സ്റ്റാനെ തന്നെ എടുക്കണമെന്നും ഒക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് എനിവേ നമുക്ക് നെക്സ്റ്റാനെ തന്നെ എടുക്കാം. അപ്പോൾ ഇതിലത്തെ പ്ലേയേഴ്സൊക്കെയാണ് നമ്മുടെ സൺ, ആൻ്റണി, ഒലീസി. ദെൻ ഗൈസ് നമ്മുടെ നെക്സ്റ്റയുടെ കാർഡ് എടുക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. നല്ലൊരു കാർഡാണ് ഗൈസ്. നെക്സ്റ്റയുടെ കാർഡിൻ്റെ ചാൻസൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നെക്സ്റ്റയാണ് നമ്മൾ എടുക്കാൻ പോകണേ. ഹിയർ വി ഗോ ഗൈസ്. ദെൻ our pack was opening. Italy center back icon. Oh guys, we claimed a legend defender Nesta. അപ്പോൾ ഗൈസ് നമ്മൾ നെസ്റ്റയുടെ ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെസ്റ്റാനെ ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെസ്റ്റാനെ കൊണ്ടുപോയി ടീമിട്ടിട്ട് ഒന്ന് റാങ്ക് അപ്പ് ചെയ്യാം. മാർക്കോസിൻ്റെ ഈ സ്റ്റാൻസും നെസ്റ്റയുടെ സ്റ്റാൻസും വളരെ വ്യത്യാസം ഉണ്ടാവും. കാരണം മാർക്കോസിനായിരിക്കും കൂടുതൽ. കാരണം മാർക്കോസിന് ഞാൻ നല്ല ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇറ്റ്സ് ഓക്കെ, നമുക്ക് നെസ്റ്റൻ ട്രെയിൻ ചെയ്തിട്ട് ഈ ട്രെയിനിങ് ലെവലാക്കാം. അപ്പോൾ അതിപ്പോൾ നമ്മൾ നെസ്റ്റാനെ എടുത്തിട്ട് റാങ്ക് അപ്പ് ചെയ്യാൻ പോവുകയാണ്. റാങ്ക് അപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ 6 മെസ്റ്ററാനോസാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് റാങ്ക് അപ്പ് ചെയ്യാം. ഫസ്റ്റ് റാങ്ക് അപ്പ് ഇറ്റ് ഈസ് ഓൾവേസ് ബി എ സക്സസ്. ദെൻ സെക്കൻഡ് റാങ്ക് അപ്പ് ഇപ്പോൾ 109 ആവാൻ പോവുകയാണ് ഗൈസ്. സോ വി ആർ ഓൾ പോയിൻറ്റ് നെസ്റ്റയുടെ 109 ആയി. ഇനി 110 ഗൈസ്. ഞാനൊരു ഷാഡ് വെച്ചിട്ട് മാത്രം നോക്കി നോക്കാം. ഓൺലി 50% ചാൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഗൈസ് ഇറ്റ്സ് ആൻഡ് സക്സസ്. ഇനി നമുക്ക് ബാക്കിയുള്ള 3 കാർഡ്സ് മെഷറാനോസിനൊരു കളി കളിച്ചാലോ. എന്തും സംഭവിക്കാം ഗൈസ്. ചിലപ്പോൾ ഇറ്റ്സ് ആൻഡ് ഫെയിലിയർ അവിടെ കാണിച്ചിരുന്നു. ഫെയിലിയർ ആയിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് നെസ്റ്റേനെ കുറിച്ച് ട്രെയിൻ ചെയ്യാം. അപ്പോൾ ട്രെയിൻ ചെയ്യുമ്പോൾ ഗൈസ് നോക്കൂ, നെസ്റ്റ് നമ്മുടെ മാർക്കോസിനെക്കാട്ടും ഭയങ്കര ലോ ആണ്. ബട്ട് നെസ്റ്റേനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റങ്ങൾ എന്തായാലും നെസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ എൻ്റെ അധികം പ്ലേയേഴ്സ് ഇപ്പോൾ കുറവാണ്. ഇനി പ്ലേയേഴ്സ് ആകുമ്പോൾ ഞാൻ ഇനി നെസ്റ്റേനെ ട്രെയിൻ ചെയ്യും. അപ്പോൾ നമ്മുടെ നെസ്റ്റേനെ ഇപ്പോൾ ഉള്ള എല്ലാ പ്ലേയേഴ്സിനെയും വെച്ചിട്ട് മാക്സ് ലെവലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ഒരു പാക്ക്, എൻ്റെ കയ്യിൽ 3000 ജെംസ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ മാർക്കോസിനെ എടുത്തിട്ട് വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് വന്നിട്ടുണ്ട്. കാരണം മാർക്കോസിനെ കളയാൻ പറ്റില്ല. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ടീമിൻ്റെ ഒരു അവസ്ഥ എന്നൊക്കെ പറയണത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് സ്റ്റോറി പോയിട്ട് നമ്മുടെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഒരു പാക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാം.
അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും നല്ല പ്ലേയേഴ്സിനെ കിട്ടിയാൽ അതും നമുക്കൊരു ഉപകാരമാവും. പിന്നെ ഇനി ഞാൻ ഫുള്ളും എന്തായാലും കുറച്ചും കൂടി ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ പിച്ച് ബീറ്റ്സ് എന്നുള്ള ഇവൻറ്റ് അവസാനിക്കാൻ പോകും. അപ്പോൾ ഞാൻ ഈ ചാമ്പ്യൻസ് ലീഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ ദേ നമ്മുടെ ചാമ്പ്യൻസ് ലീഗ് ഗൈസ്. അപ്പോൾ നമ്മുടെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഇത് വന്നിട്ടുണ്ട്. ദേ 3000 ജെംസിൻ്റെ ആണ് കേട്ടോ പാക്ക്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഹിയർ വി ഗോ ഗൈസ്. ആദ്യം കുറച്ച് സാധാ പ്ലേയേഴ്സ്, അത് കഴിഞ്ഞിട്ട് ഗൈസ് ബോണസ് ആണ് ഗൈസ്. ലാഗ് ഗൈസ്. നെതർലാൻഡ്സ് സ്ട്രൈക്കർ PSV. Oh, guys, it's De Jong. I think De Jong. Yeah, 1/1 rated De Jong. Yeah, I like him. It's a good card. Then, guys, അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ അവസാനിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മളിത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.